ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും അഭിവാദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേക കരിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരാഴ്ചത്തെ VBSന് ശേഷം പ്രിയ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ ഈ ദേശത്ത് അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനമായി ഈ ഒരാഴ്ചക്കാലം അവർക്ക് നല്ല നല്ല ക്ലാസുകൾ, നല്ല നല്ല ആക്ഷൻ സോങ്ങുകൾ, കഥകളൊക്കെ പഠിക്കുവാൻ സർവശക്തനായ ദൈവം അവസരങ്ങൾ നൽകി. സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ എങ്ങനെ ഒരു നല്ല പൗരനായി ജീവിക്കാം, സമൂഹത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാം, എങ്ങനെ ആയിത്തീരാം എന്നുള്ള ക്ലാസുകളാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക് വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് നൽകുവാനിടയായി തീർന്നത്. നല്ല നല്ല കൌൺസിലിംഗ് ക്ലാസുകൾ, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഈ ഒരാഴ്ചക്കാലം അവർക്ക് ലഭ്യമാകുവാനിടയായി തീർന്നു. അധികം താമസിക്കാതെ അവര് കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ കടന്നു പോവുകയാണല്ലോ. അവരുടെ അധ്യയന വർഷത്തിലും ദൈവം അവർക്ക് ആശ്വാസവും ബലവുമായിരിക്കാൻ നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവം നൽകേണ്ടതിനു വേണ്ടിയും ഒരാഴ്ചക്കാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഭാംഗങ്ങൾ തയ്യാറായി. ദൈവം അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ നമ്മുടെ ഈ കൊച്ചു കേരളം സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും മതപരമായും ഉന്നതിയിൽ നിൽക്കുന്ന, പ്രബുദ്ധതയിൽ നിൽക്കുന്ന ഒരു കേരളമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കൊച്ചു കേരളം. അനേക വർഷങ്ങൾക്ക് മുൻപ് വാട്ടർ മെൻഡീസ് അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ലോകം മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ച് ഓരോ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെത്തി. ഈ നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി രമണീയമായിരിക്കുന്ന സംവിധാനങ്ങളും എല്ലാ നിലവാരത്തിലുള്ള പ്രബുദ്ധതകളും ഒക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടെ കാലാവസ്ഥ കൊണ്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഈ അക്ഷരസാക്ഷര സുന്ദര കേരളത്തെ കണ്ടിട്ട് അദ്ദേഹം, ആ വാട്ടർ മെൻഡീസ് അറിയപ്പെടുന്ന മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നാം ഒന്ന് വിലയിരുത്തണം. ഒരു കാലഘട്ടത്തിൽ 528 നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ആ അനുഭവത്തിൽ നിന്നും ബ്രിട്ടീഷ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിച്ചു. 1947 ഓഗസ്റ്റ് മാസം 15 തീയതി വരെയുള്ള സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് വളരെയധികം സമര മുറകളിലൂടെയാണ്, അഹിംസാ സിദ്ധാന്തം അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരാശി എത്തിച്ചേർന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. പക്ഷേ ഇപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ ഇന്നും സ്വതന്ത്രതയിലാണോ ആയിരിക്കുന്നത് എന്നാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നുള്ള ഉന്നതന്മാരായ കവിവര്യന്മാരുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. പ്രധാനമായും ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ആകാശത്തിലെ പറവകളെ പോലെ പറക്കുവാൻ പഠിച്ചു, മനുഷ്യൻ സമുദ്രത്തിലെ മീനുകളെ പോലെ നീന്തുവാൻ പഠിച്ചു, മനുഷ്യൻ മാനിനേക്കാൾ വേഗത്തിൽ ഓടുവാൻ പഠിച്ചു, എന്നാലും മനുഷ്യൻ മനുഷ്യനെ പോലെ നടക്കുവാൻ ഇന്നുവരെയും പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആകാശത്തിലേക്ക് നോക്കൂ, യുദ്ധവിമാനങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നില്ലേ? വിമാനങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. മനുഷ്യൻ ആകാശത്തിലെ പറവകളെ പോലെ പറക്കുവാൻ പഠിച്ചു. മനുഷ്യൻ സമുദ്രത്തിന്റെ അടിത്തട്ട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ അതിന്റെ അടിത്തട്ട് വരെ കീഴടക്കിയിരിക്കുന്നു. കപ്പൽ മാർഗങ്ങളിലൂടെ, അന്തർവാഹിനിയിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് വ്യത്യസ്തമായ സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ അതിന്റെ അടിത്തട്ടിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ സമുദ്രത്തിലെ മീനുകളെ പോലെ നീന്തുവാൻ പഠിച്ചു. അതുപോലെ മനുഷ്യൻ മാനിനേക്കാൾ വേഗത്തിൽ ഓടുവാൻ പഠിച്ചു. നിരത്തിലൂടെ ഓടുന്ന ചീറിപ്പായുന്ന വാഹനങ്ങൾ, മാനിനേക്കാളും വേഗത്തിൽ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം, ഈ വാഹന സമുച്ചയങ്ങളെല്ലാം ഉന്നതമായി നിൽക്കുന്ന സംവിധാനങ്ങളാണ്. പക്ഷെ അപ്പോഴും നാം തിരിച്ചറിയണം, മനുഷ്യൻ സ്വന്തം മനുഷ്യകുലത്തെ സ്നേഹിക്കുവാൻ കഴിയാതെ, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുവാൻ കഴിയാതെ, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാതെ മാനവ മൈത്രി, മനുഷ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ സ്വന്തം സഹോദരനെ തെരുവിലിട്ട് കുത്തിമലർത്താൻ മടിക്കാത്ത നരാധമന്മാരായി ഇന്നത്തെ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് മാറി ചിന്തിക്കണം. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് വരണം. ആരാണ് ദൈവം? സർവശക്തനായ ദൈവം സ്നേഹസ്വരൂപനാണ്. ആ ദൈവത്തിന്റെ പുത്രൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സകല ശാപത്തിനും സകല രോഗത്തിനും പരിഹാരമായി ഈ ലോകത്തിൽ അവതരിച്ച ഏക അവതാര പുരുഷനാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ വാസം, പാപികളെ രക്ഷിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ആ കർത്താവായ യേശുക്രിസ്തു ഉന്നതന്മാരും മഹാരഥന്മാരും മസ്തിഷ്കമലന്മാരും യുഗപ്രഭാവന്മാരും എല്ലാം ആരുടെ മണ്ണിൽ നീറിയൊടുങ്ങിയപ്പോൾ ഇന്നും എന്നേക്കും രാജാതിരാജാവായി കർത്താവായി ജീവിക്കുന്ന ഏക വ്യക്തി പ്രഭാവം ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻപിൽ നിന്ന് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഇന്ത്യയുടെ കാവൽ മാലാഖ എന്നറിയപ്പെടുന്ന ഗാന്ധിജി. ഗാന്ധിജിയുടെ കല്ലറ ഇന്ന് ന്യൂഡൽഹിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗാന്ധിജി ഇവിടെ വിശ്രമിക്കുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിരീശ്വരവാദികളുടെ പിതാവെന്നറിയപ്പെടുന്ന വോൾട്ടയറുടെ കല്ലറ ഇന്ന് ഫ്രാൻസിലുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫ്രാൻസിന്റെ മഹത്വം ഇവിടെ വിശ്രമിക്കുന്നു, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്നാൽ
പാലസ്തീന്റെ മണ്ണിലേക്ക് നോക്കൂ, അവിടെ ഒരു കല്ലറയുണ്ട്. എന്താണ് ആ കല്ലറയുടെ പ്രത്യേകത? ആ കല്ലറ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് തുറക്കപ്പെട്ട കല്ലറയാണ്. അതിനകത്ത് ആദ്യമായിട്ടും അവസാനമായിട്ടും വെച്ച ഒരൊറ്റ മൃതദേഹം യേശുക്രിസ്തുവിന്റേതായിരുന്നു. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടി? മനുഷ്യന്റെ പാപത്തിന്റെ ശാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ച യേശു കർത്താവ് അതിനെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ഈ ദേശത്തിലെ ദേശനിവാസികളോട് ഞാൻ പറയട്ടെ, മനുഷ്യന് രക്ഷപ്പെടാൻ ഏക മാർഗം യേശുവിന്റെ മാർഗം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ മറ്റു ഒന്നിനും മനുഷ്യൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ പാപത്തിന്റെ അഗാധതയിൽ കിടക്കുമ്പോൾ അഗാധതയിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ലോകത്തിൽ വന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മദ്യപാനത്തിന്റെ ആധിക്യത്താൽ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണോ? കുടുംബബന്ധങ്ങൾ തകർന്നിരിക്കുകയാണോ? നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. കരിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രാർത്ഥനയിലൂടെ ഉത്തരം ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 200-ൽ പരം സ്കൂളുകൾ പ്രധാനമായും മദ്യമയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉത്തമ പൗരന്മാരായി തീരാൻ, നാളെയുടെ നീളകളിൽ അവർ ഉന്നതന്മാരായി തീരാൻ, നല്ല ഡോക്ടേഴ്സായി നല്ല എഞ്ചിനീയേഴ്സായി തീരേണ്ടതിനു വേണ്ടി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് തന്നെ ഉത്തമരായ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാനുള്ള ശ്രമം തുടങ്ങണമെന്നുള്ള ഒറ്റ കാര്യമാണ് എനിക്ക് ഇന്ന് ഈ വൈകിവേള നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഈ ഒരാഴ്ചക്കാലം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടവര്. നല്ല ആരോഗ്യമുള്ള മാതാപിതാക്കളെ ലഭിക്കാൻ, അവർക്ക് ദീർഘായുസ് ലഭിക്കാൻ, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷെ പലപ്പോഴും മദ്യപാനം ഈ കുഞ്ഞുങ്ങളുടെ പോലും മാതാപിതാക്കൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ മദ്യപാനം മനുഷ്യനെ പകുതി വഴിയിൽ അസ്തമിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, മാതാപിതാക്കളെ, നിങ്ങൾ നല്ല പ്രായത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ മദ്യം ഉപേക്ഷിച്ച് നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു അമ്മയാകാൻ, നല്ലൊരു സഹോദരൻ, നല്ലൊരു മകനാകാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.